28-ാം ഓണം വെള്ളിയാഴ്ച ഓണാട്ടുകരയുടെ രണ്ടാമത്തെ ഈ ഓണാഘോഷത്തിന് കരകൾ ഒരുങ്ങി. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കെട്ടുകാഴ്ച മഹോത്സവമാണ് 28-ാം ഓണത്തിന്റെ പ്രധാന വിശേഷം. ഓണാട്ടുകരയുടെ രണ്ടാം ഓണം എന്ന് വിശേഷിപ്പിക്കുന്ന 28-ാം ഓണ മഹോത്സവത്തിന് നാട് ഒരുങ്ങി. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കാളകെട്ടുത്സവമാണ് 28-ാം ഓണത്തിന്റെ പ്രധാന ആകർഷണം. 3-ന് നടക്കുന്ന 28-ാം ഓണ മഹോത്സവത്തിനായി കൂറ്റൻ കെട്ടുകാളകൾ തയ്യാറായി കഴിഞ്ഞു. ഇവിടെയെല്ലാം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവസാനവട്ട ഒരുക്കങ്ങളാണ് നടക്കുന്നത്. 4-ാം തീയതിയും 5-ാം തീയതിയും കൂറ്റൻ കെട്ടുകാളുകളെ കരക്കാർ ഓച്ചിറ പടനിലത്ത് പ്രദർശിപ്പിക്കും. കെട്ടുകാഴ്ചയോടനുബന്ധിച്ച് കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ 52 കരകളിൽ നിന്നും മറ്റ് വിവിധ കരകളിൽ നിന്നും ചെറുതും വലുതുമായ 200ഓളം കെട്ടുകാഴ്ചകളാണ് ഓച്ചിറ പടനിലത്തേക്ക് എത്തുന്നത്. കൈവെള്ളയിലും അരിമണിയിലും എഴുന്നള്ളിക്കുന്ന ചെറിയ കെട്ടുകാളകൾ മുതൽ 72 അടിയോളം ഉയരമുള്ള കൂറ്റൻ കെട്ടുകാളുകൾ വരെ ഇക്കൂട്ടത്തിലുണ്ടാകും. വിശ്വപ്രജാപതി കാലഭൈരവൻ, ഓണാട്ടുകതിരവൻ, വജ്ര തേജോമുഖൻ, രൗദ്ര ബ്രഹ്മ ഋഷഭൻ, ആഘോര രുദ്രനേത്രൻ, പ്രയാർ വടക്ക് ശിവപ്രിയൻ, കിണറുമുക്ക് കൊമ്പൻ, പായ്ക്കുഴിക്കര ഇടംപിരി വലംപിരി വാരനാട് കൊമ്പൻ, അമ്പലക്കര കൊമ്പൻ തുടങ്ങി 15ഓളം കൂറ്റൻ നന്ദികേശന്മാർ ഇക്കൂട്ടത്തിലുണ്ട്. പഞ്ചലോഹം, സ്വർണം, വെള്ളി, സിമന്റ്, ഉരുക്ക് എന്നിവയിൽ നിർമ്മിച്ച കെട്ടുകാളുകളുടെ രൂപങ്ങളും അണിനിരത്തുന്നുണ്ട്. ഇക്കുറി 24 വനിതാ കാളകെട്ട് സമിതികളും കെട്ടുകാളുകളെ എഴുന്നള്ളിക്കുന്നുണ്ട്. കെട്ടുകാളുകളുടെ ശിരസ്സുറപ്പിക്കൽ അവസാനഘട്ട പ്രവൃത്തികളിൽ ഒന്നാണ്. കെട്ടുകാളുകളെ നിർമ്മിക്കുന്ന ഓരോ കാളമൂടുകളിലും പ്രത്യേക ചടങ്ങുകളും കലാപരിപാടികളും നടക്കുന്നുണ്ട്. 3-ാം തീയതി പുലർച്ചെ കാളമൂട്ടിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മാലഘോഷയാത്ര, മാലചാർത്തൽ, വടം കൈമാറൽ, പായസ വിതരണം എന്നിവ നടത്തും. തുടർന്നാണ് കെട്ടുകാളയെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നത്. CDNet ന്യൂസ്, ഓച്ചിറ.